ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ, പല്ലി, കൊതുക്, പെരിച്ചായി എന്നിവയെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ടുള്ള റിസൾട്ടും ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മരച്ചീനിയുടെ ഇലയാണ്. സുലഭമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണിത്. കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മരച്ചീനിയുടെ ഇല ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 5-6 ടിപ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ടിപ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ചെയ്ത് നോക്കാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് 100% തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ തണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മരച്ചീനിയുടെ ഇല അരച്ചെടുക്കുന്നതിലേക്ക് ഒരു 5-6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായതാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അരച്ചെടുത്ത മിക്സിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് അത്രയ്ക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഈ മരച്ചീനി ഇലയിൽ ധാരാളമായിട്ട് ഹൈഡ്രജൻ സയനൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എലിയുടെ വയറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് മയങ്ങിയിട്ട് പെട്ടെന്ന് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള പശുവായാലും ആടായാലും ഇത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ മയക്കം വന്നത് പെട്ടെന്ന് ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രയ്ക്ക് നല്ല കൊടിയ വിഷം തന്നെയാണ് കേട്ടോ ഈ മരച്ചീനിയുടെ ഇല. അപ്പോൾ അതുപോലുള്ള ഒരു ഇല വെച്ചിട്ട് നമ്മൾ ഈ ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ ഈ ശല്യക്കാരായ പാറ്റയും, പല്ലിയും, കൊതുകിനെയും, എലിയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഡൈലൂട്ട് ചെയ്തെടുത്ത മിക്സ് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി വെച്ചും അരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനൊരു 2 പാത്രത്തിലേക്കായിട്ട് മിക്സ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ടിപ്സ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് വേർതിരിച്ച് ആ ജ്യൂസ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ കുറച്ച് മരച്ചീനിയുടെ ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതുപോലൊരു തിരി സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്കൊന്ന് കത്തിച്ച് വെക്കാം. ഇങ്ങനെ നിങ്ങൾ സന്ധ്യാസമയങ്ങളിലൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് കൊതുകോ, കൊച്ചീച്ചകളോ, അതുപോലെ തന്നെ ഈച്ചയോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം വിനീഗർ മതിയാവും. കാരണം നമ്മളുടെ ഈ ജ്യൂസ് തന്നെ നല്ല എഫക്റ്റാണ്. ഈ ജ്യൂസ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചേരുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സാനിറ്റൈസറാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഡെറ്റോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഡെറ്റോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് മാത്രം. ഇതൊന്നും ഉപയോഗിക്കാതെ വെറും മരച്ചീനിയുടെ ഇലയുടെ ജ്യൂസ് മാത്രം നമുക്ക് എടുത്തിട്ട് എല്ലായിടത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പാറ്റ, പല്ലി, കൊതുക്, എട്ടുകാലി ഒന്നും തന്നെ വരില്ല കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും നമ്മൾ ഒഴിക്കരുത്. ഇതിൽ ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓവർ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ, പല്ലിയൊന്നും നമ്മളുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യും. ഇതുപോലുള്ള വൈറ്റ് ടൈലിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് തുടച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ പുറത്തൊക്കെയാണ് സ്പ്രേ ചെയ്തെടുക്കുന്നതെങ്കിൽ തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഞാൻ 2 പേപ്പർ കഷ്ണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിയ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മരച്ചീനിയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പുവും ഒരു 2-3
കർപ്പൂരവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത മിക്സാണ് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നമ്മളുടെ ഈച്ചയ്ക്കും കൊതുകിനും പാറ്റയ്ക്കും പല്ലിക്കും എല്ലാം ഒരുപോലെ പറ്റാത്തൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അധികം കട്ടിയില്ലാതെ ഇതുപോലെ ഞാൻ കൈവച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അവർ കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രണ്ടിലും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. വെയിലില്ലാത്ത സമയമാണെങ്കിൽ നമുക്കൊരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും കേട്ടോ. അരച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് 2 പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അരച്ചെടുത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. കാരണം നന്നായിട്ട് അതിൻ്റെ ആ മരുന്നൊക്കെ ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. രണ്ടും റിസൾട്ടാണ്, പക്ഷെ അതിനേക്കാൾ റിസൾട്ട് തോന്നിയത് എനിക്ക് ഇതാണ്. എന്നിട്ട് ഇതൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് എനിക്കിത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ 100ൽ 101% ഞാൻ പറയാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. നന്നായിട്ട് കൊതുക് വരുന്ന സമയങ്ങളിൽ നിങ്ങളൊന്നൊന്ന് കത്തിച്ച് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഇതുപോലെ നിങ്ങൾ കൊതുകിന് വേണ്ടിയിട്ട് കത്തിച്ച് വെക്കുക. വില കൂടിയ അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മോസ്കിറ്റോ റെപ്പലൻ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണക്കി ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് സന്ധ്യാസമയത്ത് ഇതുപോലെ കത്തിച്ച് വെക്കുക കേട്ടോ. ഇത് കൊതുകിന് മാത്രമല്ല, കൊച്ചീച്ചകളും ഈച്ചകളും എലിയും പാമ്പും അതുപോലെ തന്നെ പല്ലിയും ഒക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് പറന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് ഇതുപോലെ നമുക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുമക്കളും പ്രായമായവരും ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ മോസ്കിറ്റോ റെപ്പലൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജ്യൂസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കോട്ടണിൽ വെക്കുന്ന സമയത്ത് കുറേ അധികം സമയം അതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കോട്ടൺ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോട്ടൻ്റെ തുണി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള സ്പോഞ്ച് ആകുമ്പോൾ കുറേ സമയം അത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പോഞ്ച് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഇത്രയും സ്പോഞ്ച് ഞാൻ ഈ ജ്യൂസിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിങ്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഹോളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഹോളിലൂടെ വരുന്ന പാറ്റാപ്പല്ലിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അടിയിലും ഒക്കെ ആയിട്ട് പാറ്റയും പല്ലിയൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്പോഞ്ചൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ഒരിക്കലും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ആ ജ്യൂസിലേക്ക് ഒരു വൈറ്റ് ചോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ചോക്ക് ജ്യൂസൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വെച്ചതിന് ശേഷം പാറ്റ പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ വരില്ല. നമ്മൾ അലമാരയിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ജ്യൂസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിലൊക്കെ സ്ഥിരമായിട്ട് പാറ്റകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കൽ ഒരു നല്ലൊരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ളൊരു ചോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അനായാസമായിട്ട് എല്ലായിടത്തും വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കടയിൽ നിന്നൊന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ചോക്കൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ലൈവായിട്ട് നമുക്ക് എലിയെ എങ്ങനെ കൊല്ലാം, നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള പെരിച്ചായി എങ്ങനെ കൊല്ലാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവ് എലികളെ വല്ലാണ്ട് ആകർഷിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു ഇച്ചിരി വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും വിനീഗറും കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് നെയ്യാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെയ്യിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ശർക്കരയുടെ സ്മെല്ലൊക്കെ എലികളെ വല്ലാണ്ട് ആകർഷിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നെയ്യൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം വളരെ കുറച്ച് മാത്രം ഈ മാവിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യമുള്ള സ്ഥലത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സ്മെല്ല് എലികളെ ആകർഷിക്കുക, അത് കഴിക്കുകയും വയറ് വീർത്ത് പെട്ടെന്ന് ചത്തുപോകാനും ഇടയാവുന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളും ഇതുപോലെ എലി വരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും. അത്യാവശ്യം വലിയ വലിയ മാളങ്ങൾ തന്നെയാണ് ഇവിടെ എലി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു ഉരുണ്ട ഇട്ട് കൊടുത്ത സമയത്ത് അത് എങ്ങോട്ടാണ് പോയെന്ന് കൂടെ അറിയില്ല. അപ്പോൾ അത്രയ്ക്കും വലിയ മാളങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ എത്തുന്ന സ്ഥലത്തൊന്നും നമ്മൾ വെച്ച് കൊടുക്കാണ്ടിരിക്കുക. അവരെടുത്ത് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ രാത്രി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. രാത്രി ഉണ്ടാക്കിയിട്ട് നമ്മൾ എലികളുടെ മാളത്തിലൊക്കെ വെച്ച് കൊടുക്കുക. രാവിലെ അവർ കഴിച്ചിട്ടില്ലെങ്കിൽ അതെടുത്ത് മാറ്റുകയും ചെയ്യണം. കോഴികളൊക്കെ അത് കഴിക്കുകയാണെങ്കിൽ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രാത്രി ചെയ്യുക, രാവിലെ എടുത്ത് കളയുക. ഉറപ്പായിട്ടും ഇതിൻ്റെ മണം എലികളെ ആകർഷിക്കുകയും എലികൾ കഴിക്കുകയാണെങ്കിൽ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ രാത്രി വെച്ച സമയത്ത് ഒരു പെരിച്ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. അത് കഴിച്ചിട്ട് അതിൻ്റെ വയറ് നന്നായിട്ട് വീർത്തിട്ടുണ്ട്, ചത്തു പോവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എലികൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആവുക കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലൊന്നുണ്ടായിരുന്നു, അതിന് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ രാവിലെയുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ എലി ചത്തു പോവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100% റിസൾട്ട് കിട്ടുന്ന ഈ ടിപ്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.